രാത്രി 1 മണിക്ക് ഗംഗയിലെ തിരക്കാ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. സംഭവം മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ നമ്മൾ വീണ്ടും ഗംഗ സിനി ഹൗസിൽ വന്നത് മമ്മൂട്ടിയുടെ വിനായകൻ നല്ല അടിപൊളി മൂവിയാണ് റിവ്യൂ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കളങ്കാവല് കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കുറെ നാൾക്ക് ശേഷം ഒരു മമ്മൂട്ടി പടം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഫാൻ ബേസ് ഒരുപാടായിരുന്നു ഈ പടത്തിന്. അത് മാത്രമല്ല വിനായകൻ തകർത്താടി ഒരു മൂവിയും കൂടെ. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി പടം എന്ന് പറയാൻ പറ്റില്ല, മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ പിടിച്ചു നിൽക്കുകയായിരുന്നു വിനായകനും. നമ്മളും പോയി 9:30 ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് പടം ഇറങ്ങി ആദ്യത്തെ ദിവസം ആയിട്ട് പോലും ഹൗസ്ഫുൾ ആയിരുന്നു. ബാക്കിലോട്ടൊന്ന് സീറ്റ് ഇട്ടായിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് 4ാമത്തെ റോയിൽ ഇരുന്ന് കാണേണ്ടി വന്നത്. പക്ഷെ പടം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളി കിടില മൂവി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോ സസ്പെൻസ് ത്രില്ലർ ഫാമിലി മൂവി. പടം മാത്രം കണ്ടാൽ പോരല്ലോ, കൂടെ പോപ്കോണും ജ്യൂസും വെള്ളവും ഒക്കെ ആവുമ്പോഴത്തേന് കുറച്ചുകൂടെ ഭംഗി. ഓരോ സീൻസും ഉണ്ടല്ലോ അത് ഓരോന്നും നമുക്ക് ഭയങ്കര ത്രില്ലർ ജനറേറ്റിംഗ് ആയിരുന്നു. അതുപോലെ വിനായകന്റെ അഭിനയം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെയും വിനായകന്റെ ഒരു അടിപൊളി മൂവി തന്നെ ആയിരുന്നു കളങ്കാവൽ. അതുപോലെ ഗംഗയിലെ തിയേറ്റർ എക്സ്പീരിയൻസ്. പിന്നെ എനിക്ക് ഹൗസ്ഫുൾ ആവുന്ന മൂവി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ആ ഒരു തിരക്കും ബഹളവും ഒക്കെ തന്നെ. അപ്പൊ ഈ പടം ഇത് കണ്ടിട്ടുള്ളവർ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ ഇനിയും നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടോ, കാരണം നല്ലൊരു അടിപൊളി പടം കൂടാണിത്. അങ്ങനെ മൂവി എല്ലാം കഴിഞ്ഞു, ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അതിന് നമ്മൾ പോയത് റമീസിലേക്കായിരുന്നു. 24/7 ആണല്ലോ അവിടെ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം പാപ്പുഡൂസ് വ്ലോഗ് ആൻഡ് ക്യാച്ച് യു ഓൺ നെക്സ്റ്റ് വീഡിയോ.